ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കം. ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ച ഇന്ന് ദില്ലിയിൽ. മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് നടക്കും. ജിൽബി, ഈ ചർച്ച സംബന്ധിച്ച് പുറത്തുവരുന്ന കാര്യങ്ങൾ എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയും ഒക്കെ പ്രധാന വിഷയങ്ങളായി മാറും. ചർച്ചയിൽ ഉരുത്തിരിയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാകും? പ്രിയ, എന്തായാലും ഇന്ന് ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഇന്ന് ദില്ലിയിൽ തുടക്കമാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ ദില്ലിയിൽ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരം. അതായത് നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി യോഗമൊക്കെ ചേർന്നപ്പോൾ ഇത്തരത്തിൽ എത്രയും വേഗം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി പ്രചാരണത്തിലേക്ക് കടക്കുമെന്ന് നേതാക്കൾ അറിയിച്ചിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ദില്ലിയിലായിരുന്നു ഇന്ത്യ മുന്നണിയുടെ യോഗം ചേർന്നത്. ഈ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയുമായിരുന്നു ഈ സീറ്റ് വിഭജന ചർച്ച എന്നുള്ളത്. അതിനാൽ തന്നെ ജനുവരി 15 മുമ്പായിട്ട് തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു വിവരവും ഈ യോഗത്തിന് ശേഷം നേതാക്കൾ പങ്കുവച്ചിരുന്നു. അതായത് സംസ്ഥാന തലത്തിൽ സീറ്റ് വിഭജന ചർച്ചകളുടെ കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം എന്തെങ്കിലും അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ദേശീയ തലത്തിൽ പൂർത്തിയാക്കും എന്നായിരുന്നു നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്നിപ്പോൾ ഈ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് തുടക്കമിടുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോൺഗ്രസും ഈ സഖ്യ ചർച്ചകൾക്കായിട്ട് നേരത്തെ ഒരു 5 അംഗ സമിതിയെ രൂപീകരിച്ചിരുന്നു. കൺവീനർ മുകുൾ വാസ്നിക്ക് നിയമിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ത്യ മുന്നണി ഇപ്പോൾ കൂടുതൽ ഊർജിതമായിട്ട് മുമ്പോട്ട് പോകാനും അത്തരത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കാനുമുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അതിലേക്ക് കടന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. ശരി, ജിൽബിയാണ് ദില്ലിയിൽ നിന്നും 2 വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്.